മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്കിന്ന് മറ്റൊരു രീതിയിൽ മുല്ലപ്പൂ കെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുട്ടെടുത്തിട്ടുണ്ട്. നൂല് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മളൊന്ന് കെട്ടി വെക്കണേ. ഞാൻ സിറ്റൗട്ടിൻ്റെ കമ്പിയിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. നമുക്ക് പൂവിന് എത്ര കണ്ട് നീളം വേണോ അത്ര കണ്ട് നീളത്തിലാണ് നമ്മൾ ഇതിൻ്റെ നൂല് കെട്ടിയെടുക്കേണ്ടതായിട്ട്. എന്നിട്ട് അതിൻ്റെ ഇടപ്പാതിക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മുട്ട് വെച്ച് കൊടുക്കണേ. എന്നിട്ട് മുട്ടിൻ്റെ മുകളിലൂടെ നൂലിൻ്റെ മറ്റേ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗത്ത് കൂടെ പിടിച്ച് വലിച്ച് നമ്മളിതൊന്ന് കെട്ടിയെടുക്കാം. വീണ്ടും നേരത്തെ കെട്ടിയ മുട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ മുട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ട്. ഇതുപോലെ നൂലങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നൂലിൻ്റെ താഴ്ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കെട്ട് വന്ന് മുറുകുകയെ. ഇതാകുമ്പോൾ നല്ല അടുപ്പിച്ച് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. മുട്ട് കെട്ടുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിലും വിരിയുന്ന സമയത്ത് ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുകയെ. നമ്മൾ സൂചി നൂല് വെച്ച് കോർത്തെടുത്ത പോലെയാണ് ഇത് ഇരിക്കുക. വ്യത്യസ്ത രീതിയിൽ മുല്ലമുട്ട് കെട്ടുന്നതിൻ്റെ 3 വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയുണ്ടായി, ആദ്യമായിട്ട് മുല്ലമുട്ട് കെട്ടുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇലയിൽ കെട്ടി പഠിച്ചതിന് ശേഷം മാത്രം മുട്ടിൽ കെട്ടിയാൽ മതിയേ. അല്ലാന്ന് വെച്ചാൽ നെന്തിയാറ് വട്ടത്തിൻ്റെ മുട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അതിലാണെങ്കിൽ നമുക്ക് കെട്ടിപ്പടിക്കാം. മുല്ലമുട്ടിൻ്റെ ഞെട്ടി വളരെ സോഫ്റ്റാണ്, പൊട്ടിപ്പോകുക. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇലയിൽ കെട്ടി പഠിച്ചതിന് ശേഷം നമുക്ക് മുല്ലമുട്ടിൽ കെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കെട്ടിയെടുക്കാനും കിട്ടും. നിങ്ങൾക്കിത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണോ? നമ്മൾ 1-2 വട്ടം ഈ വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം കെട്ടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച തുണിയിൽ ചെയ്തെടുത്ത കുഞ്ഞു റോസ് പൂക്കളാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് കെട്ടിക്കൊടുക്കാം. ചുവപ്പ് പൂവാണ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുകയെ. ഇത് നമ്മൾ മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ അഴിച്ചെടുക്കാൻ പറ്റും. പിറ്റേന്നേക്ക് നമ്മൾ ഇത് വെച്ച് തന്നെ മുല്ലപ്പൂ കെട്ടിയെടുക്കാം. ഇതിന് അധികം വിലയൊന്നുമില്ല. 40-50 രൂപ കൊടുത്തു എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു കവറ് മേടിച്ചെടുക്കാൻ പറ്റും. ഒരു കവർ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മുല്ലപ്പൂ കെട്ടിയെടുക്കാനും പറ്റും. ഇപ്പം എല്ലാ വീടുകളിലും മുല്ലച്ചെടി ഉണ്ടാവുക. ഇല്ലയെന്ന് വെച്ചാൽ 2 കുറ്റിമുല്ലച്ചെടിയെങ്കിലും ഒന്ന് വാങ്ങിച്ച് വെക്കണേ. 2 കുറ്റിമുല്ലച്ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് വെക്കാനുള്ളപ്പോൾ നമുക്ക് ആ ചെടിയിൽ നിന്ന് തന്നെ കിട്ടുവേ. മുട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കമ്പ് നല്ലപോലെ ഒന്ന് കോതി വിടണേ. കോതി വിട്ടതിന് ശേഷം നമ്മൾ വളം കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൂ വീണ്ടും നമുക്ക് ആ ചെടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ കിട്ടും. മുല്ലപ്പൂവിൻ്റെ ഇടയിൽ വെച്ച് കെട്ടുന്ന തുണിൻ്റെ കുഞ്ഞ് റോസാപ്പൂന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് പല കളറായിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ മേടിച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ മുല്ലമുട്ട് കിട്ടുന്ന സമയങ്ങളിൽ വെളിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള പൂ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ വെച്ച് കെട്ടിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടും. നമ്മൾ തമിഴ്നാടൊക്കെ പോയിട്ട് പൂ മേടിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയാണ് നമുക്ക് കെട്ടി കിട്ടുന്നത്. പക്ഷെ നമ്മളതിന് നല്ല വില കൊടുക്കേണ്ടി വരും. ഇനി മുല്ലമുട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് കെട്ടി നോക്കണേ. ഇത് നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ 2 കെട്ടിട്ട് കൊടുക്കണം. ഇല്ലയെന്ന് വെച്ചാൽ അഴിഞ്ഞു വരുവേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വിരിഞ്ഞു വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ആദ്യം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിലും പിന്നീട് അത് ശരിയായിക്കോളും. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.